എനിക്ക് തോമസ് ചേട്ടനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. നമ്മൾ രണ്ടുപേരും രണ്ട് ജാതിക്കാരല്ലേ സുഭേ? നമ്മൾ രണ്ടുപേരും ഈ ആശുപത്രി പണിക്കാരല്ലയോ? നീ ആണെങ്കിൽ പ്രശസ്തയായ ഒരു തൂപ്പ്കാരി, ഞാനാണ് പ്രശസ്തനായ ഒരു അറ്റൻഡ്. തന്നെയുമല്ല, ഈ ആശുപത്രി വരുന്ന രോഗികൾക്കും രോഗത്തിനും വല്ല ജാതി വ്യത്യാസമുണ്ടോ? അല്ല, ഇനി ജാതി നോക്കിയാണോ രോഗങ്ങളെല്ലാം അവരെ കയറി പിടിക്കുന്നത്? അതിന്റെ രോഗമാണ് തോമസ് ചേട്ടാ. നമ്മൾ രോഗികളാണോ തോമസ് ചേട്ടാ? പക്ഷേ നമ്മൾ രോഗികളെ അല്ല, താമസിയാതെ രോഗികളാകും. എന്റെ സുഭാഷിണി, വൈദ്യശാസ്ത്രത്തിന് പോലും പിടികിട്ടാത്തൊരു രോഗമല്ലയോ നമ്മളുടെ പ്രേമാകുല ഫിലാഡൽഫിയ. എന്തോന്നാ? അതിനെപ്പറ്റി എനിക്കും വലിയ വിവരമില്ല. ഇതിനൊരൊറ്റ നിവാരണ മാർഗമേ ഉള്ളൂ. പിടിക്കുന്നതിനെയും കൊണ്ടുപോവുക. നമ്മുടെ ഹാർട്ട് അറ്റാക്കും ബ്ലഡ് ക്യാൻസറും ഒക്കെ അങ്ങനെ. പിടിക്കുന്നവരെയും കൊണ്ടങ്ങ് പോ. പിടിക്കുന്നതൊക്കെ കൊള്ളാം, എന്നെയും കൊണ്ടുപോകുമോ? പിന്നെ തീർച്ചയായും. നിന്റെ ഈ സുഭാഷിതം കേൾക്കാനല്ലേ എന്റെ ഈ ജന്മം തന്നെ. അപ്പൊ എന്റെ ജന്മമോ? വീണ്ടും വന്നോ അങ്ങനെ? ഇതേ, എനിക്ക് ഈ സുഭാഷിതം ഒന്നും കേൾക്കണ്ട. തൽക്കാലം ഒരു ബെഡ് വന്നു. എന്റെ പൊന്ന് രാഘവൻ ചേട്ടാ, ഈ വിവരം പുറത്ത് ആരോടും പറയല്ലേ. ഞാൻ ഡോക്ടറോട് പറഞ്ഞ് രാഘവൻ ചേട്ടന് 1 അല്ല 10 ബെഡ് ഞാൻ ശരിയാക്കി തരാം. വാക്കാണല്ലോ? ആ വാക്കാണ്. ഓ, അപ്പൊ ഞാൻ പോണോ? സുഭാഷിണി, അപ്പൊ ഇതെങ്ങനാ? ഇത് അങ്ങനെ എന്താ രാഘവ, ഇന്ന് കയ്യിൽ എന്തോ ഉണ്ടല്ലോ? എത്ര രൂപയുണ്ട്? അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. നാട്ടുകാരനുസരിച്ച് രാഘവൻ അങ്ങനെ ചെയ്യുക. ഇത് ഇദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ചിട്ട് രാഘവൻ അങ്ങ് പൊക്കോളാം. കൈ തന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്താ രാഘവ ഇത്? കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞു, അതിനൊരു മംഗളപത്രമായതേ. മറ്റെന്തെങ്കിലും തന്നാ സാറിന്റെ പോലീസിൽ പിടിപ്പിക്കത്തില്ലയോ? അപ്പോ രാഘവൻ കവിതയും ഷോക്കെ എഴുതൂ? അയ്യോ, എഴുതുവന്നോ? ചെറുപ്പത്തിൽ ഞാനൊരു വലിയ ആദ്യ മഹാകവി അല്ലായിരുന്നോ? എന്റെ ചെറുപ്പത്തിലെ കവിതകൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ വലിയ ഹരമായിരുന്നു. അതായത് ഹരം. ഈ കവിതയൊക്കെ എഴുതാൻ എങ്ങനെ പഠിച്ചു? അയ്യോ, ഇതിനങ്ങനെ ഡാക്ടർമാരെ പോലെ വലിയ പഠിപ്പൊന്നും വേണ്ട. നമ്മുടെ വ്യാസനും വാൽമീകിയും ഒക്കെ വല്ലതും പഠിച്ചിട്ടാണോ എഴുതിയത്? അതുപോലെ നമ്മൾ ഒന്ന് എഴുതുക. എങ്ങനാ? പക്ഷെ ആർക്കൊന്നും മനസ്സിലാകരുത്. അതായത് എഴുതുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആർക്കും എത്രയും മനസ്സിലാകാതിരിക്കുന്നോ അത്രയും മോദനായിരിക്കും. എങ്ങനാ? അതായത് ആർട്ട്. അപ്പൊ ഞാനിതൊക്കെ വായിച്ചേക്കാം. വേണ്ട. ഇന്ന് നല്ലൊരു ദിവസമാണ്. തൽക്കാലം ഒരു ബെഡ് ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാഘവനെ ഉടനെ അഡ്മിറ്റ് ചെയ്തേക്കാം. കവിതയൊക്കെ നമുക്ക് സൗകര്യം പോലെ വായിച്ചോളാം. മതി. ആദ്യം ബെഡാണല്ലോ ആവശ്യം. എങ്ങനാ? ഏതായാലും നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും. എങ്കിലേ നിങ്ങളുടെ ഈ സുഖക്കേട് മാറൂ. ഡോക്ടറെ, എന്നെ അത് മാത്രം ചെയ്യരുത്. ഓപ്പറേഷൻ ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിനു മുമ്പും പല ഡാക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ അത് മാത്രം ഇതുവരെ ചെയ്തിട്ടില്ല. തൽക്കാലം മരുന്ന് കഴിക്കൂ. തോമസ്, ഡോക്ടർ, രാഘവന് 13-ാം നമ്പർ ബെഡ് കൊടുത്തേക്ക്. ആ നമ്പർ കൊള്ളൂല്ല സാർ. ഞാൻ പറയുന്ന അങ്ങ് ചെയ്തേച്ചാൽ മതി. ശരി സാർ. നിങ്ങൾ ഗോൾ അടിച്ചല്ലോ. പിന്നെ സാറേ, എന്നെ കിടത്തുന്ന കൊള്ളാം. എന്നെ പോലും ചെയ്യുവോ? എന്തോ ചെയ്യുമെന്നാ? അല്ല, ഓപ്പറേഷൻ ചിലപ്പോ ചെയ്യും. എങ്ങോട്ട് പോവാ? എനിക്ക് ഒന്നിന് പോണം. ഒന്നിനുള്ള സൗകര്യം അകത്തുണ്ട്. അകത്ത് വെച്ചാലും ചെയ്യുവോ? അകത്ത് വെച്ച് ഒന്നും ചെയ്യൂല. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പിടിച്ച് കയറ്റി ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഉമ്മയും. അങ്ങനെ എന്ത് രാവേട്ടാ ഇത്? പെയിനോ? അതായത് PAIN, പെയിൻ. പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെ? പേഷ്യൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെ. തോസുട്ടി, ഇത് അതൊരു കഞ്ഞിയല്ല, മൂത്രമാണ് രോഗികളുടെ. തോസുട്ടി, ഞാൻ ആലോചിക്കായിരുന്നു. എങ്ങനെ? ഞാൻ ആലോചിക്കായിരുന്നു സർക്കാരിന് ഒരു ഭീമ ഹർജി കൊടുത്താൽ എന്താണെന്ന്. അയ്യോ രാഘവേട്ട, അവിവേകമൊന്നും കാണിക്കരുത്. ഈ ആശുപത്രി ചേട്ടന്റെ വീട്ടിലോട്ട് മാറ്റാനാണോ ഭീമഹർജി? അതൊന്നുമല്ല. എന്നെ പോലെ ഈ ആശുപത്രിയിൽ സ്ഥിരമായി കിടക്കുന്ന കുറെ രോഗികളുണ്ടല്ലോ, അവരുടെ എല്ലാം കൂടെ ഒരു യൂണിയൻ ഉണ്ടാക്കി എല്ലാവരെയും കൊണ്ട് ഒപ്പിടിച്ച് ഒരു ഹർജി കൊടുക്കാം. അങ്ങനെ
ഹജ്ജ്. ഹർജി 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 അതായത് ബോണസോ പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ പ്രോഡം ഫണ്ടോ ഒരു നല്ല തുക. എങ്ങനാ? ഒരു നല്ല തുക. ആ, പിരിഞ്ഞു പോകുമ്പോ വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. അതിനുള്ള ഒരു പരിപാടി ചെയ്യാം. കൊള്ളാം, നല്ല പരിപാടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിന് കയറി നിൽക്കാം. നിന്നാ ഞാൻ ജയിക്കും. ആ, ഗ്രാറ്റുവിറ്റി ബോണസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സർക്കാർ ഇതാ വരും. ഗുരുവായൂരപ്പ, ഗുരുവായൂരാണോ വരുന്നത്? ആ, അമ്മാവൻ എന്തോ പറഞ്ഞ എന്റെ ഡോക്ടർ സാറിനെ സൂചിപ്പിക്കുന്നത്? എന്റെ സുഖേ, അതിനമ്മാവൻ തപസ്സിരുന്ന ഈ ജന്മം എന്നെ സൂചിപ്പിക്കാൻ പറ്റില്ല. എന്റെ സുഭാഷിണിയുടെ സുഭാഷിതം കേട്ടാലേ ഈ ജീവിതത്തെ എനിക്ക് സുഖം വരും. കേട്ടോ രാഘവേട്ട, ഇവളും നമ്മളെ പോലെ. അല്ലെങ്കിൽ എവൾ ഇവിടുത്തെ ലേഡി ആവേണ്ടതല്ലേ? എന്ത് ചെയ്യാനാ, പൊക്കം കുറഞ്ഞു പോയി. അങ്ങനെയാണ് നഴ്സുമാരുടെ സൂപ്പർ ഉണ്ടെങ്കിലും ആവണ്ടേ? അപ്പൊ സൂപ്പറിന് പൊക്കം വേണ്ടേ? അല്ല, നീളം മതി. ആഹാ. എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു യോഗം വേണ്ടേ? ഇവക്കേ ആ. അഷ്ടമത്തി മറ്റവനാ. മറ്റവനോ? എങ്ങനാ? അഷ്ടമത്തി ശനി. അതല്ലേ ഈ ചൂലായുധം എന്തേണ്ടി വന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ ഇതുകൊണ്ടൊരു ശുദ്ധി ഇതെങ്ങനാ ഇതെങ്ങനാ? ഇല്ലേ, അഷ്ടമത്തിലെ മറ്റവനെ ശുദ്ധീകരിച്ചോ കലക്കിക്കളയും കേട്ടോ.